സലാലയിൽ മഴക്കാലത്തിന് തുടക്കമായി. ഇനി കുളിരണിയുന്ന 3 മാസക്കാലമാണ് വരാനിരിക്കുന്നത്. ഖരീഫ് സീസണിനോടനുബന്ധിച്ച് നടന്നുവരുന്ന പരിപാടികൾ 90 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 22 വരെയാണ് മഴക്കാലമുണ്ടാവുക. ജബൽ പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ ചാറ്റൽ മഴ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ ഇത് സമതല പ്രദേശങ്ങളിലേക്ക് എത്തുന്നതോടെ കനത്ത ചൂടിന് ശമനമാകും. തുടർച്ചയായി മഴ ലഭിക്കുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ മലനിരകൾ പച്ചയണിഞ്ഞേക്കും. ഈ വർഷം ഇതിനകം 2 പ്രാവശ്യം വ്യാപക മഴ ലഭിച്ചതിനാൽ ചില ഭാഗങ്ങളിൽ പച്ചപ്പായിട്ടുണ്ട്. സലാലൊക്കെ ഇനി ഒരു ആഘോഷത്തിന്റെ രാവുകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ മിസ്സാകുന്ന ഓരോ മുഹൂർത്തങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. നാട്ടിലെ നല്ല മഴ, അതുപോലെ ഞാറ്റുവേല, അങ്ങനെയുള്ള നമ്മുടെ എല്ലാ പ്രകൃതി രമണീയമായിട്ടുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് തിരികെ വരികയാണ്. അപ്പോൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് സലാലക്കാർ ഇതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫിലെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ടെമ്പറേച്ചർ 50 അടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ സലാലയിൽ ശരിക്കും പറഞ്ഞാൽ 20 to 30 ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ കാലാവസ്ഥ മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഈ ഒരു സീസണിനെ കാത്തിരിക്കുന്നത്. ഖരീഫ് സീസണോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഖരീഫ് തോഫാർ ഫെസ്റ്റിവൽ ഇപ്രാവശ്യം 90 ദിവസമായി ഉയർത്തി. കഴിഞ്ഞ വർഷങ്ങളിൽ 45 ദിവസം മാത്രമാണ് ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നത്. ഖരീഫ് സീസൺ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെ 90 ദിവസത്തേക്കാണ്. ഇത്തവണ ഖരീഫ് ഫെസ്റ്റിവലും 90 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 9 ലക്ഷം സഞ്ചാരികളാണ് മറ്റു GCCകളിൽ നിന്നും ഒമാനിൽ നിന്നുമായി സലാലയിലേക്ക് എത്തിയത്. ഇത്തവണ മുംബൈ തന്നെ പെയ്ത മഴകൾ കൊണ്ട് ജബലുകളൊക്കെ ചെറുതായിട്ട് പച്ചപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കുറി സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ വിവിധ വിമാന കമ്പനികൾ GCC രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് നേരിട്ട് സർവീസുകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. സലാലയെ സംബന്ധിച്ചിടത്തോളം ഖരീഫ് പ്രതീക്ഷയുടെ മാസങ്ങളാണ്. ഈ പ്രാവശ്യം 90 ദിവസമാണ് ഖരീഫ്. അത് ഞങ്ങളെപ്പോലെയുള്ള കച്ചവടക്കാർക്ക് അത് പ്രതീക്ഷയുടെ മാസങ്ങളാണ്. തീർച്ചയായും ഇപ്രാവശ്യം ഒരുപാട് ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോഫാറിലേക്ക് എത്തുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം KS സലാഹുദ്ദീൻ, മീഡിയ 1, സലാല.